GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിംഗ് പഠിക്കാം. ഇനി ജേർണലിലെ അടുത്ത ഒരു 2 ബുക്കുകളുണ്ട്. അതിനാണ് ബിൽസ് പേയബിൾ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറയും. അത് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മളെ സാധനങ്ങൾ കടമായിട്ട് കൊടുക്കുകയോ കടമായിട്ട് വാങ്ങുകയോ ചെയ്യുമ്പോഴാണ് ഈ ബില്ലിൻ്റെ ആവശ്യം. അപ്പോൾ അതൊരു ഡോക്യുമെൻ്റാണ്. അതായത് നമ്മളിപ്പോൾ ഒരാൾക്ക് സാധനം കടം കൊടുത്താൽ അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ നമ്മൾ വാങ്ങിച്ചിരിക്കണമെന്നുണ്ട്, ഫയലിൽ സൂക്ഷിച്ചിരിക്കണമെന്ന് നിയമമുണ്ട്. അതായത് നമ്മൾ വാക്കാലുള്ള പ്രവർത്തനത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്ന് ചുരുക്കം. അപ്പം അതിന് നമ്മൾ ഇന്ന് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് മേടിക്കുക. ഒന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈടായിട്ട് നമ്മൾ കടം കൊടുത്ത സാധനങ്ങൾക്ക് ഈടായിട്ട് നമ്മൾ രേഖകൾ മേടിക്കുക. അതിൽ ഒന്നാമത്തെ രേഖയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 2 പ്രോമിസറി നോട്ട്, 3 ചെക്ക്. ഇനി മറ്റ് രീതിയിലുള്ള ഓരോ ഡോക്യുമെൻറ്റ് മേടിക്കുക. അത് ഓരോ സ്ഥാപനത്തിൻ്റെയും സ്വഭാവം അനുസരിച്ചാണ് അതിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും എന്താണെന്ന് നോക്കാം. ഇപ്പം ഇതിൽ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എ എന്ന വ്യക്തി സോൾഡ് ഗുഡ്സ് വർത്ത് ₹50,000 ഓൺ ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കടമായിട്ട് 50,000 രൂപയുടെ സാധനങ്ങൾ കൊടുത്തു. കടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒരു രേഖ എഴുതി മേടിക്കണം. അപ്പോൾ ആ രേഖയെ എ ഒരു പ്രമാണം എഴുതി ബിക്ക് കൊടുക്കും. ബി അത് ഒപ്പിട്ട് വാങ്ങും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എയുടെ കയ്യിൽ ആ സാധനത്തിന് നമ്മൾ ബിൽസ് റിസീവബിൾ എന്നാണ് പറയുന്നത്. അതായത് എക്ക് കിട്ടാനുണ്ട്. എ ആണ് രേഖകൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റ് തയ്യാറാക്കി ബിക്ക് കൊടുക്കും. ബി അത് എഴുതിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ബി എന്ന ആൾ 50,000 രൂപ ഒരു മാസത്തെ അവധിക്ക് കടമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള അത് കടമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എ ബില്ല് എഴുതും. എന്നിട്ട് അത് ബിക്ക് കൊടുക്കും. ബി അത് ഞാൻ 50,000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ ഇത്ര ദിവസം കഴിയുമ്പോൾ അതിൻ്റെ എമൗണ്ട് തിരികെ കൊടുത്തോളാം. അപ്പം എ ഒപ്പിട്ട് ബിക്ക് കൊടുക്കും. ബി അത് ഒപ്പിട്ട് തിരിച്ച് എയെ ഏൽപ്പിക്കും. അപ്പോൾ എയുടെ കയ്യിൽ ഈ ഡോക്യുമെൻ്റ് വരുമ്പോൾ പണം കിട്ടാനുള്ള എക്കാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിനെ ബിൽസ് റിസീവബിൾ ഡോക്യുമെൻ്റ് എന്ന് പറയും. ഇനി ബി ഒരു കോപ്പി ബിക്ക് കൊടുക്കും. ഇതിൻ്റെ തന്നെ എ എഴുതിയ ബില്ലിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി എയുടെ ഇരിക്കും. എക്ക് പണം കിട്ടാനുള്ളതുകൊണ്ട് ബി കൊടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ബിയുടെ ഇരിക്കും. അപ്പം അതിനെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഡോക്യുമെൻ്റ് കടം കൊടുക്കുന്ന ആൾക്ക് ബിൽസ് റിസീവബിളും ആയിരിക്കും, കടം മേടിക്കുന്നയാൾക്ക് ബിൽസ് പേയബിളും ആയിരിക്കും. കൊടുക്കാനുണ്ടെന്നാണ് ബി സമ്മതിച്ചേക്കുന്നത്. എ പറയുന്നത് എനിക്ക് കിട്ടാനുണ്ട്, അതാണ് ബിൽസ് റിസീവബിൾ, 50,000 രൂപ കിട്ടാനുണ്ട്. ഇനി ബി അത് സമ്മതിച്ചിട്ടുണ്ട്, അതിനെ ബിൽസ് പേയബിൾ ഞാൻ കൊടുക്കാനുണ്ട്. ഒരേ ഡോക്യുമെൻ്റാണ് ഇത് രണ്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അതിന് ഒരു എൻട്രി എഴുതി വെക്കും, ബീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നത് അല്ലേ. എ ബിക്ക് കൊടുത്തു, ബിക്ക് കൊടുത്തു കഴിയുമ്പോൾ ബിയെ ഡെബിറ്റ് ചെയ്യും. എ ഗിവറാണ്, സാധനങ്ങളാണ് കൊടുത്തത്. അപ്പം എ സാധനങ്ങൾ കൊടുത്തപ്പോൾ സാധനങ്ങൾ എയുടെ കയ്യിൽ നിന്ന് പോയി, ഉടനെ അത് ക്രെഡിറ്റ് ചെയ്തു. ബി അത് വാങ്ങി ബിയെ ഡെബിറ്റ് ചെയ്തു. ഇനി ഇത് എഴുതുന്ന ബീയിങ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 1. അപ്പോൾ ഒരു സാധനം കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വൗച്ചർ കൂടെ കൊടുക്കും, ഇൻവോയ്സ് നമ്പർ കൂടെ കൊടുക്കും. ഇനി അത് ബി എന്താ എഴുതി വെക്കുന്ന എൻട്രി? ബി എഴുതി വെക്കും ക്യാഷ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് അക്കൗണ്ട്. ഗുഡ്സ് കിട്ടി എക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെയാണ്. എയിൽ നിന്ന് കടം മേടിച്ചത് ബി എഴുതി വെക്കും. ബി എഴുതി വെക്കും എക്ക് 50,000 രൂപയുടെ സാധനം കടമായിട്ട് കൊടുത്തു. ബി എഴുതി വെക്കും 50,000 രൂപയുടെ സാധനം ഞാൻ എയിൽ നിന്ന് വാങ്ങിയെടുത്തു. അപ്പം ഇതാണ് ഇതിൻ്റെ എൻട്രി. ഈ എൻട്രീന് നമുക്ക് ഡോക്യുമെൻ്റ് കിട്ടുമ്പോൾ എങ്ങനെ എഴുതി വെക്കുമെന്ന് നോക്കാം. എക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ബിൽസ് റിസീവബിൾ കിട്ടും. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബീസ് അക്കൗണ്ട്. അപ്പം ബി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് തന്നു എന്നാണ് എഴുതി വെക്കുന്നത്. ഇനി എ എന്ത് എഴുതി വെക്കും? ബി എന്ത് എഴുതി വെക്കും? എക്ക് കൊടുത്തു. എന്താണ് കൊടുത്തത്? ബിൽസ് പേയബിൾ അക്കൗണ്ട്. അപ്പം ഇത് അടുത്ത എൻട്രി. അതിന് എമൗണ്ടും ഇങ്ങനെ എഴുതി വെക്കും. ഇനി ഇതിൻ്റെ പണം കിട്ടിക്കഴിയുമ്പോൾ, ഇപ്പം എക്ക് പണം കിട്ടുമല്ലോ. എക്ക് പണം കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് കിട്ടി ആ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്
ക്രെഡിറ്റ് ചെയ്യണം, ബി എ ക്രെഡിറ്റ് ചെയ്യണം. കാരണം ബി അല്ലേ ഇത് തന്നേക്കുന്നത്. അപ്പോൾ ബിൽസ് റിസീവബിളിന് ക്യാഷ് കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ആ ബിൽസ് റിസീവബിൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ ബാധ്യത തീർന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ ബിയിൽ നിന്ന് ഇത് മേടിക്കുകയാണ്. ബിയിൽ നിന്ന് മേടിക്കുക കഴിയുമ്പം ബിക്ക് കൊടുത്തു കഴിയുമ്പം ബീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് അക്കൗണ്ട് ഇതാണ്. ബി എ ഡെബിറ്റ് ചെയ്യണം, ഗുഡ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബിൽസ് റിസീവബിൾ കിട്ടുമ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ കിട്ടിക്കഴിയുമ്പം ആരാ ബിൽസ് റിസീവബിൾ തന്നത്? ബി അല്ലേ തന്നെ. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ബിൽസ് പേയബിൾ എ എഴുതി വെക്കും. ബിൽസ് പേയബിൾ പിന്നെ ബി തന്നു. ബി എന്ത് എഴുതി വെക്കും? ഞാൻ ബിൽസ് റിസീവബിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബി എ ക്രെഡിറ്റ് ചെയ്യണം. എ അങ്ങനെ ചെയ്യും. അതായത് എ പണം തരാതെ സാധനം കൊണ്ടുപോയി, അതിന് പണത്തിന് പകരമായിട്ട് ബിൽസ് റിസീവബിൾ തന്നു. ആരാ തന്നെ? ഏതാണെന്ന് എഴുതി വെക്കും. ഇനി ഈ പണം തന്നു കഴിയുമ്പോൾ ക്യാഷ് എ വാങ്ങും. എന്നിട്ട് ഈ ബിൽസ് റിസീവബിൾ തിരിച്ച് ബി കൊടുക്കും. ബി അത് ഒരേ ഡോക്യുമെൻ്റ് ആണ്. അപ്പം അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ കോപ്പി എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഏത് ഡോക്യുമെൻ്റ് കിട്ടിയാലും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ കടമായിട്ട് സാധനങ്ങൾ വിൽക്കുമ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പം ഇതാണ് അടുത്ത 2 ബുക്കുകൾ, ബിൽസ് റിസീവബിൾ ബിൽസ് പേയബിൾ ബുക്കിൻ്റെ ഇതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സാധനം കടം കൊടുക്കുന്നയാൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി അതിനെ ബിൽസ് റിസീവബിൾ എന്ന് പറയും. എന്നിട്ട് കടം വാങ്ങിയ ആളിൽ നിന്ന് ഒപ്പിട്ട് ഇത് മേടിക്കും. ഇതിൻ്റെ ഒരു കോപ്പി കടം വാങ്ങിയ ആൾക്ക് കൊടുക്കും. അപ്പോൾ അയാൾക്കത് ബിൽസ് പേയബിൾ ആണ്. 50,000 രൂപ കൊടുക്കുവാനുണ്ടെന്ന് അയാൾ എഴുതി വെക്കും. എ എഴുതി വെക്കും 50,000 രൂപ കിട്ടാനുണ്ടെന്ന്. എ ഗിവർ സാധനം കൊടുത്തിട്ട് 50,000 രൂപയുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേടിച്ചു വെച്ചത് ബിൽസ് റിസീവബിൾ. ബി സാധനം വാങ്ങിയിട്ട് 50,000 രൂപയുടെ ബില്ല് കൊടുത്തു. അപ്പോൾ അത് ബിൽസ് പേയബിൾ. അപ്പം ഇതും ഇങ്ങനെ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇതും സെപ്പറേറ്റ് ആയിട്ട് ഈ ബുക്കുകൾ എഴുതി വെക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ആരിൽ നിന്നൊക്കെ പണം കിട്ടാനുണ്ട്, കടമായിട്ട് എടുത്തവരുടെ കാലാവധി തീർന്നു, അവരെ പറ്റിയുള്ള ഒരു വിശദമായ റിപ്പോർട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഒറ്റ ജേർണലിൽ എഴുതി വെക്കാം. പക്ഷേ വലിയ ബിസിനസ്സിലൊക്കെ ആകുമ്പോൾ ഒരു ജേർണലിൽ തന്നെ എഴുതി തീരാത്തത് കൊണ്ടാണ് ജേർണൽ ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്തിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമല്ലോ. ഇനിയും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി നൽകട്ടെ. പിന്നെ മറ്റൊരു പ്രത്യേക കാര്യമുള്ളത്, നിങ്ങൾ ഈ ഓരോ ടൈപ്പ് ജേർണലും നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്ത് പരിശീലിക്കണം. പരിശീലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ മാസ്റ്റർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കാര്യം ഓർമ്മയിലിരിക്കട്ടെ. താങ്ക് യു. GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ് പഠിക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ജേർണലിനെ 8 ഗ്രൂപ്പായിട്ട് തിരിക്കാമെന്ന് പഠിച്ചു. അതിൽ 8 ഗ്രൂപ്പിൽ 7 ഗ്രൂപ്പും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ 8ാമത്തെ ഗ്രൂപ്പാണ് ഈ ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. നമ്മൾ ജേർണലിനെയാണ് 8 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ 7 ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ചില എൻട്രീസ് വരും, അതായത് ചില ട്രാൻസാക്ഷൻസ് വരും. അതാണ് നമ്മൾ ഈ ജേർണൽ പ്രോപ്പർ എന്ന ബുക്കിൽ എഴുതി വെക്കുന്നത്. ഉദാഹരണത്തിന് ഓപ്പണിംഗ് എൻട്രീസ്. ഈ ഓപ്പണിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ ഈ പുതിയതായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ബാലൻസ് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് 2 സൈഡ് ഈക്വലാക്കി, എന്നിട്ട് ഈക്വൽ ആ വ്യത്യാസമുള്ള എമൗണ്ട് ആണ് പിന്നീട് ബ്രോഡ് ഡൗൺ ആയിട്ട് നമ്മൾ അടുത്ത 1-ാം തീയതി അല്ലെങ്കിൽ അടുത്ത ദിവസം എഴുതി വെക്കുന്നത്. അപ്പോൾ അതാണ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എൻട്രീസ് ഉണ്ട്. അതായത് പർട്ടിക്കുലർ അക്കൗണ്ട് നമ്മൾ
ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ പിന്നെ അത് ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു സാലറി കൊടുത്തതാണെന്നുണ്ടെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റോ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ സാലറി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ഓപ്പണിംഗ് എൻട്രീസ് ഉണ്ടെങ്കിൽ അത് ഈ ജേർണൽ പ്രോപ്പറിലാണ് എഴുതി വെക്കുന്നത്. അത് അതിൻ്റെ ഉദാഹരണം ഇതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതൊരു ഓപ്പണിംഗ് എൻട്രിയാണ്. അപ്പം ഓപ്പണിംഗ് ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ജേർണൽ പ്രോപ്പറിലാണ് എഴുതി വെക്കുന്നത്. ഇനി രണ്ടാമത്തെ ഐറ്റം ട്രാൻസ്ഫർ ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്. അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം നമ്മൾ അതിനൊരു ഉദാഹരണമാണ് ഈ രണ്ടാമത്തെ. സാലറി അക്കൗണ്ട് ഡെറ്റർ 5000 ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എൻട്രി തെറ്റിപ്പോയി. അപ്പോൾ സാലറി എന്ന് പറയുന്നത് 5000 രൂപ നമുക്ക് റെൻ്റായിട്ടാണ് കൊടുത്തത് ഉണ്ടെങ്കിൽ ഈ സാലറി അക്കൗണ്ട് നേരെ റെൻ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് നമ്മൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് റെൻ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ ജേർണൽ പ്രോപ്പർ എന്ന ബുക്കിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. ഇനി മൂന്നാമത്തേത് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, തെറ്റുകൾ തിരുത്തുക. നമ്മൾ അക്കൗണ്ടൊക്കെ തയ്യാർ ചെയ്യുമ്പോൾ അതിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. അങ്ങനെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ബുക്കിൽ വെട്ടിത്തിരുത്താനോ ഓവർ റൈറ്റിങ്ങിനോ മായ്ച്ചെഴുതാനോ ഒന്നും സാധ്യമല്ല. അതങ്ങനെ തന്നെ അവിടെ ഇടണം. എന്നിട്ട് അതിന് റിവേഴ്സ് എൻട്രി ഇട്ട് വേണം അത് കറക്റ്റ് ചെയ്യാനായിട്ട്. അതായത് ഏതെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ വെട്ടിത്തിരുത്തലൊന്നും പാടില്ല എന്ന് ചുരുക്കം. ഇപ്പം റിവേഴ്സ് എൻട്രി ഇട്ട് അത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ നരേഷനൊക്കെ എഴുതി അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ചീഫ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് അത് സൈൻ ചെയ്യിച്ച് വേണം വെക്കാനായിട്ട്. അതായത് തെറ്റുകൾ വന്നാൽ അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ ജേർണൽ പ്രോപ്പർ എന്ന ബുക്കിലൂടെ പറ്റുള്ളൂ. ഉദാഹരണത്തിന് വേജ് കൊടുത്ത് നമ്മൾ 1000 രൂപ, അത് നമ്മൾ ടെലിഫോൺ ചാർജസ് ആയിട്ടാണ്ടിരുന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ ടെലിഫോൺ ചാർജസ് 1000 രൂപ കൊടുക്കുന്നതിന് പകരം നമ്മൾ എഴുതിയപ്പോൾ വേജസ് അക്കൗണ്ടായി ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് വേജസ് അക്കൗണ്ട് നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്ത് വേണം ഇങ്ങനെ എഴുതാനായിട്ട്. അപ്പം വേജസ് അക്കൗണ്ട് ഡെബിറ്റിന് പകരം വേജസ് അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുക്കുക, എന്നിട്ട് ടെലിഫോൺ ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് വേജസ് നമ്മൾ കൊടുത്തിട്ട് ടെലിഫോൺ ചാർജസ് ആണ്, ക്യാഷ് അക്കൗണ്ട് ആയിരുന്നു നമ്മൾ എഴുതേണ്ടിയിരുന്നത്. വേജസ് അക്കൗണ്ട് അറ്റിട്ട് ക്യാഷ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ട് അല്ല ഡെബിറ്റ് ചെയ്യേണ്ടത്, ടെലിഫോൺ ചാർജസ് ആയിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തെറ്റുകൾ തിരുത്തുക. അതിനി അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഇനി അടുത്തത് ക്ലോസിങ് എൻട്രീസ് ആണ്. നാലാമത്തെ ഈ ക്ലോസിങ് എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമിനൽ അക്കൗണ്ടുകളെല്ലാം, അതായത് വരവിൻ്റെയും ചെലവിൻ്റെയും അക്കൗണ്ടുകളെല്ലാം നമ്മൾ വർഷാവസാനം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ലാഭനഷ്ട കണക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം അത് ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ ഇവിടെ സാലറി അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് പറയുന്നത്. അപ്പം സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തില്ല. അപ്പം മാർച്ച് 31 നമ്മൾ സാലറി കൊടുക്കണമായിരുന്നു. പക്ഷേ നമ്മൾ ഏപ്രിലൊക്കെ ആയിരിക്കും സാറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാർച്ച് 31 സാലറി കൊടുത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതി വെക്കണം. അതിനാണ് നമ്മൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് എഴുതി വെക്കണം. അതാണ് നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ റെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ റെൻറ്റ് കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തില്ല. അങ്ങനെ വരുമ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഇനി വേജ് കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ടെങ്കിൽ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട്. അപ്പം കൊടുക്കാനുള്ളത് ഇത് കൊടുക്കണം, പക്ഷെ അത് കൊടുത്തില്ല, കൊടുക്കാനുണ്ട് എന്നാക്കണം. അതിനാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് അഞ്ചാമത്തതുള്ള ക്ലോസിങ് എൻട്രീസ് ആണ്. ഈ ക്ലോസിങ് എൻട്രീസിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ നോമിനൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റുകളെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം എന്താണ് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം, എന്നിട്ട് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിലാണ് എടുക്കുന്നത്. അപ്പം സാലറീസ് അക്കൗണ്ട് അറ്റിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സാലറീസ് അക്കൗണ്ട് അറ്റിട്ട് ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മളിനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റിട്ട് സാലറി അക്കൗണ്ട് എന്ന് എഴുതി വെക്കണം. ഇനി റെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്, കറണ്ട് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഡെബിറ്റ് ബാലൻസ് എല്ലാം നമ്മൾ
അവസാനം അത് ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഏപ്രിൽ 1-ന് ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് 31-നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള സാലറി എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ സാലറീസ് അക്കൗണ്ടിൽ എഴുതി വെക്കും. സാലറീസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത് അല്ലേ? സാലറി കൊടുക്കുമ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. റെൻറ്റ് കൊടുക്കുമ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. കറണ്ട് ചാർജ് കൊടുക്കുമ്പോൾ കറണ്ട് ചാർജസ് അക്കൗണ്ട് അറ്റു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി വെച്ചു. ഇനി ഇത് ക്ലോസിംഗ് ഡേറ്റിൽ ഇതെല്ലാം നോമിനൽ ഐറ്റമാണ്. അപ്പോൾ ആ വർഷത്തെ നമ്മുടെ ലാഭത്തിൽ നിന്നും കുറയുന്ന ഐറ്റമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എൻട്രി എഴുതി വെക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇവിടെ 20,000 ഡെബിറ്റ് ചെയ്തു. അത് ഏതൊക്കെ ഐറ്റത്തിലാണ് വന്നേക്കുന്നത്? സാലറി 10,000, റെൻറ്റ് 5,000, കറണ്ട് ചാർജ് 5,000. അപ്പോൾ ഈ 3 ഐറ്റത്തിൽ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അതെല്ലാം ലാഭനഷ്ട കണക്കിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി എഴുതി വെച്ചു, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടോട്ടൽ എമൗണ്ടിന്. ഇനി ഇപ്പോൾ ഇവിടെ വേർതിരിച്ച് എഴുതുക. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റു സാലറി അക്കൗണ്ട് 10,000, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റു റെൻറ്റ് അക്കൗണ്ട് 5,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റു കറണ്ട് ചാർജസ് അക്കൗണ്ട് 5,000. ഇങ്ങനെ നമ്മൾ 3 സ്റ്റെപ്പായിട്ട് എഴുതാം. പക്ഷേ ഇത് 3 കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 20,000 രൂപ നമുക്ക് ചിലവായി. അത് ഏതൊക്കെ ഐറ്റത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സാലറി അക്കൗണ്ടും റെൻ്റ് അക്കൗണ്ടും കറണ്ട് ചാർജസ് അക്കൗണ്ടും എല്ലാം എക്സ്പെൻസസ് ആണ്. അതെല്ലാം ശരിക്കും കാണുന്നത് ഈ നോമിനൽ അക്കൗണ്ട് ആയിട്ടാണ്. അപ്പം നോമിനൽ അക്കൗണ്ട് ആകുമ്പോൾ ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കൊടുക്കണം. അതിന് പകരം ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാനായിട്ടാണ് ഈ ജേർണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും മറ്റൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം.